അറിഞ്ഞും അറിയാതെയും നമ്മളേവരും പലപ്പോഴും പല രീതിയിലും നമ്മുടെ ഗുരുപരമ്പരകളെ അല്ലറ ചില്ലറയായിട്ടെങ്കിലും അപമാനിച്ചിട്ടുണ്ടാകും. നമ്മൾ ആരും തന്നെ അതിൽ മുക്തരല്ല. കാരണം ബാല്യത്തിൽ അതിനെപ്പറ്റിയുള്ള അറിവോ ബോധമോ ഇല്ല. എന്നാൽ കാലം ഇന്ന് മാറിയിരിക്കുന്നു. അതിൻ്റേതായ മാറ്റം വിദ്യാഭ്യാസ മേഖലകളിലും ഗുരു ശിഷ്യ ബന്ധങ്ങളിലും എത്തപ്പെട്ടിരിക്കുന്നു. പണ്ട് ഗുരുക്കന്മാരെ കാണുമ്പം ഭയം ഒളിക്കുകയും രഹസ്യമായിട്ട് എന്തെങ്കിലും കോമാളിത്തരങ്ങളോ അല്ലെങ്കിൽ കളിയാക്കലുകളോ ഒക്കെ സംഘടിപ്പിച്ചാലും പരസ്യമായി മുന്നിൽ ചെന്ന് നിൽക്കുവാൻ പോലും ഭയപ്പെട്ടിരുന്ന ഒരു കാലമുണ്ടായിരുന്നു. അതല്ല ഇന്നൊരു സ്വപ്നം മാത്രമായി അവശേഷിക്കുന്നു. അങ്ങനെ കാണണമെന്നല്ല പറഞ്ഞതിൻ്റെ അർത്ഥം. കാലത്തിനനുസരിച്ച മാറ്റം വേണം താനും. തന്നെയുമല്ല, അധ്യാപകൻ പലപ്പോഴും ഉറ്റ ഒരു സുഹൃത്തിൻ്റെ തലത്തിലേക്ക് കൂടി എത്തിയാൽ അത് കൂടുതൽ കാര്യങ്ങളെ ഗ്രഹിക്കുവാനും ഭയമില്ലാതെ ഉന്നതമായ അറിവിനെ സ്വീകരിക്കുവാനുള്ള തലത്തെ സൃഷ്ടിക്കും. സംശയമില്ലാത്ത കാര്യമാണ്. പലരും അത് അഭിപ്രായപ്പെടുന്നു. ഇവിടെ കാലം മാറിയതിനനുസരിച്ച് ഇന്ന് ആരെയും എന്തും എവിടെ വെച്ചും എങ്ങനെയും പറയാം എന്ന ഒരു ധാരണ എങ്ങനെയോ നമ്മുടെ സമൂഹത്തിൽ കടന്നുകൂടിയിട്ടുണ്ട്. ഈ വിഷയം ഏറ്റവും കൂടുതൽ ശക്തമായി ബാധിച്ചിരിക്കുന്ന ഒരു മേഖലയാണ് വിദ്യാഭ്യാസ മേഖല, വിശിഷ്യ ഗുരുശിഷ്യ ബന്ധങ്ങളിൽ. അധ്യാപകർ പലപ്പോഴും തങ്ങളുടെ നിലയും വിലയും മറന്ന് പ്രവർത്തിക്കുന്നു. വിദ്യാർത്ഥികൾ അധ്യാപകർക്ക് കൊടുക്കേണ്ട ആദരവും ബഹുമാനവും കൊടുക്കാതിരിക്കുവാനും ശ്രമിക്കുന്നു. ഇരുഭാഗത്തും ന്യായ അന്യായങ്ങളൊക്കെ കാണും. എങ്കിലും എന്താണ് ഗുരുവും ശിഷ്യനും തമ്മിലുള്ള ബന്ധം? അത് കേവലം ഒരു ബന്ധമാണോ? നമ്മുടെ പുരാണങ്ങളെല്ലാം പറയുന്നു മാതാ പിത ഗുരു ദൈവം. ഈശ്വര കടാക്ഷം ലഭിക്കണമെങ്കിൽ അതിനു മുമ്പായി നേടേണ്ട 3 അനുഗ്രഹ സ്രോതസ്സുകളെപ്പറ്റി അവർ സൂചിപ്പിക്കുന്നു. അതിലൊന്ന് അമ്മയെന്ന് പറയുന്ന കാണപ്പെട്ട ദൈവം, രണ്ടാമത്തത് അച്ഛനെന്ന് പറയുന്ന കാണപ്പെട്ട ദൈവം, മൂന്നാമത്തത് ഗുരു എന്ന കാണപ്പെട്ട ദൈവം. അച്ഛനും അമ്മയും സ്വദേഹത്താലും അവരുടെ യത്നത്താലും നമ്മുടെ സർവ്വവിധമായ ഉയർച്ചയ്ക്കും കാരണക്കാരായി മാറിയപ്പോൾ ഉള്ളിലെ അജ്ഞാനമാകുന്ന അന്ധകാരത്തെ മാറ്റി തൽസ്ഥാനത്ത് ജ്ഞാനമാകുന്ന പ്രഭയെ അല്ലെങ്കിൽ സൂര്യനെ അല്ലെങ്കിൽ വെളിച്ചത്തെ പകർന്നു തന്ന ആ വ്യക്തിത്വത്തെ വിളിക്കുന്ന പേരാണ് ഗുരു. അത് ആശാമ്പള്ളിയിലെ എഴുത്തച്ഛൻ മുതൽ അങ്ങ് മുകളിലുള്ള എത്ര ഉന്നതനായ ഗുരു പോലും ഇനിയും ഒരു വിദ്യാർത്ഥിക്ക് പഠിപ്പിച്ച ആളാകണമെന്നില്ല. നല്ല ഒരു കാര്യത്തെ മറ്റൊരാൾക്ക് പറഞ്ഞു കൊടുക്കുന്ന ഏതൊരു വ്യക്തിയും ഗുരുസ്ഥാനീയൻ തന്നെയാണ്, യാതൊരു സംശയവുമില്ല. ഭഗവാന്റെ അഭിപ്രായത്തിൽ ഗുരുക്കന്മാരെ പക്ഷികളും എന്തിന് ചിലന്തി പോലും ഗുരുവാണെന്ന് ഭഗവാൻ ഭാഗവതത്തിൽ പറയുന്നുണ്ട്. സമയം കിട്ടുമ്പോൾ നമുക്ക് അതിലേക്ക് പിന്നീട് കടക്കാം. ഏതായാലും വിഷയത്തിലേക്ക് വന്നാൽ, ഈ കുട്ടി അനാവശ്യമായി സാഹചര്യം സൃഷ്ടിച്ചു അധ്യാപികയെ പരുഷം പറഞ്ഞു എന്നതാണ് പ്രശ്നം എന്ന് തോന്നുന്നു. അതിൻ്റേതായ കുറ്റബോധം ഇപ്പോഴുണ്ട്. അതും വളരെ നല്ലൊരു കാര്യമാണ്. കാരണം അവനവന് തന്നെ താൻ ചെയ്ത പ്രവൃത്തി തെറ്റാണ് എന്ന് തോന്നുന്നതാണ് ഉത്തമമായ ഒരു ശിക്ഷ. കാരണം പശ്ചാത്താപത്തിന് തുല്യം മറ്റൊന്നുമില്ല എന്ന് പറയുന്നു. ഞാൻ ചെയ്തത് തെറ്റാണ് എന്ന് ബോധ്യപ്പെടുന്നത് തന്നെ മഹത്തായ ഒരു ഗുണമാണ്, ഈശ്വര അനുഗ്രഹമാണ്. അപ്പോൾ ഏതായാലും ഈ സംശയം ചോദിച്ച ആൾ ഈശ്വരാനുഗ്രഹത്തിൻ്റെ പാത്രീഭൂതയാണ് എന്നതിൽ യാതൊരു സംശയവുമില്ല. പിന്നെ ഗുരുവിനെ അപമാനിച്ചാൽ എന്താണ് ദോഷം? എന്തെങ്കിലും ദോഷം സംഭവിക്കാൻ സാധ്യതയുണ്ടോ എന്നത് സ്വാഭാവികമായി ഉയരുന്നൊരു സംശയമാണ്. നമ്മുടെ പുരാണങ്ങളും ഇതിഹാസങ്ങളും എല്ലാം പറയുന്നത് ഗുരുവിന് ഉജ്ജ്വലകരവും ഉദാത്തവുമായ ഒരു സ്ഥാനമാണ് നൽകിയിരിക്കുന്നത്. കാരണം ശിഷ്യനെ മോട്ടിവേറ്റ് ചെയ്യുന്നതിൽ, രൂപപ്പെടുത്തുന്നതിൽ നിർണായകമായ സ്ഥാനമാണ് ഓരോ ഗുരുക്കന്മാർക്കുമുള്ളത്. പലപ്പോഴും തൻ്റെ കുട്ടി പഠിക്കുന്നില്ല, അല്ലെങ്കിൽ സൽസ്വഭാവിയല്ല,